എന്താണ് സാറ് കേട്ടിട്ടുള്ളതിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം? മനുഷ്യൻ്റെ എല്ലാ ദുഃഖത്തിനും കാരണം ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ, അറിവില്ലായ്മ മാത്രമാണ്. എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് അവനവന് മനസ്സിലാക്കാൻ പറ്റാത്തത്. നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നതാണ്. ലൈഫ് എന്ന് പറയുന്നത് സംഭവിക്കുന്ന ഒന്നല്ല, നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരാളൊരു വീട് വെക്കാൻ തീരുമാനിച്ചു, അയാൾ ചിത്രം വരച്ചിരുന്നിട്ട് വീട് വെക്കണമെന്ന് മാത്രമായാൽ സാക്ഷാത്കാരമാകുമോ? അത് സങ്കല്പം മാത്രമാകും. സങ്കല്പം ഒരിക്കൽ റിയാലിറ്റി അല്ല. റിയൽ ചേഞ്ച് ഷുഡ് ബി ഹാപ്പൻ വിത്തിൻ ഹോം. നമ്മുടെ വീട്ടിനകത്താണ് മാറ്റം ഉണ്ടാകും, പുറത്തല്ല. എൻ്റെ 38-39 വയസ്സിലൊക്കെ 8-9 ടാബ്ലറ്റ്സ് കഴിച്ചാൽ മാത്രമേ അത് ഉറങ്ങാൻ പറ്റൂ. ടെൻഷൻ കൂടിയിട്ട്, പ്രഷർ കൂടിയിട്ട്, ടെൻഷൻ കൂടിയിട്ട് സൗണ്ട് ഇല്ലാതെ എത്രയോ ദിവസങ്ങൾ കിടന്നിട്ടുണ്ട്. അത്രയും ഹെവി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയാൽ ഈ മാനിഫെസ്റ്റേഷനിലൂടെ എന്തും നേടിയെടുക്കാം എന്ന് പറയുന്നത് ആ ഒറ്റ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായും ശരിയാണോ? മാനിഫെസ്റ്റേഷൻ സാക്ഷാത്കാരമാണ്. നമുക്ക് എന്ത് സാക്ഷാത്കരിക്കണമെന്ന് ആദ്യം നമുക്കൊരു ഒരു കറക്റ്റായിട്ടുള്ള പിക്ചർ വേണം. ഏറ്റവും ആൾക്കാർ ഫെയിൽ ആവുന്ന ക്രിയേറ്റിംഗ് ദാറ്റ് പിക്ചറാണ്. അപ്പോൾ വീട് വേണമെന്ന് പറയുന്നയാൾ എന്ത് വീടാണെന്നുള്ള ക്ലാരിറ്റി ഇല്ലാത്തവന് ഏത് വീടാണ് എടുക്കുക? ഒന്നും കിട്ടില്ല, എല്ലാം വീടല്ലേ. ഒരു ലോട്ടറി എടുക്കാത്തവരാണ് ലോട്ടറി അടിക്കത്തില്ല, എടുക്കണം അല്ലേ? അവിടെയാണ് ആക്ഷൻ ഇരിക്കുന്നത്. ലൈഫിലെ കോംപ്ലിക്കേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ പണിയെടുക്കാതെ കാശ് വേണം തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ്. കർമ്മം ചെയ്യാത്തവന് ഒന്നും കിട്ടില്ല, ധർമ്മം ചെയ്യാത്തവന് ധർമ്മവുമില്ല. ഒരുപാട് ചതികളിലൂടെയും വഞ്ചനകളിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും എനിക്ക് ആരോടും ദേഷ്യമില്ല, എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടെന്ന്. നമ്മൾ ഒരാളോട് നീരസം നമ്മൾ സൂക്ഷിച്ചാൽ ആക്ച്വലി അപ്പോൾ എവിടെയാണ് എഫക്റ്റ് ആവുന്നത്? എൻ്റെ ബോഡിയിലല്ലേ. അത് ശരിയാണ്. അപ്പോൾ ടോക്സിക് എന്ന് പറയുന്നത് എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ ഹാംഫുള്ളായ സാധനമല്ലേ. എൻ്റെ പുസ്തകത്തിൽ ആദ്യത്തെ വാക്ക് തുടക്കം ഇതാണ്: ആരെയാണ് ഏറെ ഇഷ്ടം? എന്നെ തന്നെ. അത് കഴിഞ്ഞാലോ എന്നൊരു ചോദ്യമുണ്ട്, അത് കഴിയുന്നില്ലല്ലോ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മൾ ആ ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും, നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, നമുക്ക് കൃത്യമായി സൊല്യൂഷൻസ് പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് ഹാപ്പിനെസ് തിരിച്ചു കൊണ്ടുവരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? എന്നാൽ ഇപ്പോഴും നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു കൃത്യമായ അഡ്വൈസ് കിട്ടാതെ നിങ്ങൾ ബുദ്ധിമുട്ടുകയാണോ? അങ്ങനെയാണെങ്കിൽ ഈ എപ്പിസോഡ് നിങ്ങൾക്കുള്ളതാണ്. ഹാപ്പിനെസ് ലൈഫ് കോച്ചും ലൈഫ് മെന്ററും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ കോച്ചുമായിട്ടുള്ള ദിനേശ് മുങ്ങത്താണ് നമ്മുടെ കൂടെ ഉള്ളത്. സർ, വെൽക്കം ടു ദ ഷോ. നമസ്തേ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. ഒരുപാട് മനുഷ്യരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ. അപ്പോൾ അവർക്ക് എന്താണ് സാറ് കേട്ടിട്ടുള്ളതിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം? മനുഷ്യൻ്റെ എല്ലാ ദുഃഖത്തിനും കാരണം ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ, അറിവില്ലായ്മ മാത്രമാണ്. എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് അവനവന് മനസ്സിലാക്കാൻ പറ്റാത്ത. എന്താണ് എൻ്റെ യഥാർത്ഥ വിഷയം? നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നതാണ്. പക്ഷേ ഇപ്പോൾ വിനയെ തന്നെ ചോദിക്കാം. വിനയ ഇപ്പം എൻ്റെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നു. നിങ്ങളുടെ ജീവിതമാണോ നിങ്ങളെവിടെ എത്തിച്ചത്? നിങ്ങൾ എത്തിയതാണോ? എത്തിയാണല്ലോ. പക്ഷേ ഈ ചോദ്യം പുറത്തോട്ട് ചോദിച്ചു നോക്കൂ. ഈ താഴെ വീഡിയോ കാണുന്നവരൊന്ന് പറഞ്ഞു നോക്കട്ടെ, എല്ലാവർക്കും എത്രത്തോളം അവരവർക്ക് പറയാൻ പറ്റും എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് ഞാനാണ് ഉത്തരവാദിയെന്ന്. നമ്മുടെ ജീവിതം എങ്ങനെയാവുന്നതിന് നമ്മൾ തന്നെയല്ലേ ഉത്തരവാദി? ഇല്ല, അതവിടെയാണ് ഏറ്റവും വലുത്. അത് നിങ്ങളെപ്പോലുള്ള കുറച്ച് ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ലൈഫ് എന്ന് പറയുന്നത് സംഭവിക്കുന്ന ഒന്നല്ല, നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ എത്ര പേർക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം നമ്മുടെ ലൈഫിനെ? ഇവിടെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന പ്രോസസ്സിനെ എല്ലാവരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തൊരു കോൺസെപ്റ്റാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കണ്ണടച്ചിരുന്നിട്ട് സ്വപ്നം കാണൂ, എല്ലാം ലഭിക്കും, അല്ലേ? അങ്ങനെയല്ലേ കേട്ടിട്ടുള്ളത് പലയിടത്തും. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിയായി ആഗ്രഹിക്കും, എല്ലാം ലഭിക്കും. അങ്ങനെയൊന്നും അല്ല മാനിഫെസ്റ്റേഷൻ. എൻ്റെ ഒരു പുസ്തകമുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ ശാസ്ത്രീയ നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട്. മാനിഫെസ്റ്റേഷൻ ഒരിക്കലും അങ്ങനെ സംഭവിക്കും. മാനിഫെസ്റ്റേഷൻ ശരിയായ മലയാളാർത്ഥം സാക്ഷാത്കാരം എന്നുള്ളതാണ്. സാക്ഷാത്കാരം എന്ന് പറയുന്നെങ്കിൽ ആദ്യം നമ്മൾ അവിടെ ഉണ്ടാവണ്ടേ? നമ്മളിത് എങ്ങനെ സംഭവിക്കണമെന്ന്. ഇപ്പോൾ ഒരാളൊരു വീട് വെക്കാൻ തീരുമാനിച്ചു, അയാൾ ചിത്രം വരച്ചിരുന്നിട്ട് വീട് വെക്കണമെന്ന് മാത്രമായാൽ സാക്ഷാത്കാരമാകുമോ?
അത് സങ്കല്പം മാത്രമാകും. അതെ അതെ, സങ്കല്പം ഒരിക്കൽ റിയാലിറ്റി അല്ല. അത് നമ്മുടെ വിഷ്വലൈസേഷൻ, ഇമാജിനേഷൻ പവർ, ഇറ്റ്സ് മേക്ക്. അതിൻ്റെ സയൻറ്റിഫിക് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിനെ സിമുലേറ്റ് ചെയ്യും, പക്ഷെ ആക്ഷനാണ് നമ്മൾ എത്തിക്കുക. അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആക്ഷനാണ്. അതായത് നമ്മുടെ തോട്ട്സ്, അതിന് ഇമോഷൻ ആക്ഷൻ, ദെൻ റിയാലിറ്റി. പക്ഷെ ആൾക്കാർ ഈ രണ്ട് സാധനത്തെ കട്ട് ചെയ്യും. ആദ്യം തോട്ട്സിനെ എടുക്കും, റിയാലിറ്റി എടുക്കും. ഇത് മാച്ച് ആവുന്നില്ല. മൈ ലൈഫ് ഈസ് ഗോഡ്. ഇതാണ് ഏറ്റവും വലിയ വിഷയം. നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക. നമ്മൾ അധികം പറഞ്ഞ് ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും ലേഡീസാണ്. ലേഡീസ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു വീട്ടമ്മമാരാണ്, 40+. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അതിന് ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ റിയൽ ചേഞ്ച് ഷുഡ് ബി ഹാപ്പൻ വിത്തിൻ ഹോം. നമ്മുടെ വീട്ടിനകത്താണ് മാറ്റം ഉണ്ടാകും, പുറത്തല്ല. വീട്ടിനകത്ത് മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ്, അമ്മ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരമ്മ എൻ്റെ ക്ലാസ്സിൽ വന്നിരുന്നാൽ ആദ്യം കുറേ ദിവസം ഒന്നും മനസ്സിലാവില്ല അവർക്ക്. കുറേ കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് ഞാൻ ചെറിയ പ്രാക്ടീസുകളാണ് കൊടുക്കുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർ പതുക്കെ സൈലൻസ് ആവും. എൻ്റെ മെത്തേഡാണ്, സൈലൻ്റ് ആവും. സൈലൻ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, വീട്ടിലെ ഒച്ചപ്പാടൊക്കെ കുറയും. അപ്പം മക്കൾക്ക് വിചാരിക്കും അമ്മയ്ക്ക് എന്തോ മാറ്റം വന്നിട്ടുണ്ടോ, ഭർത്താവ് വിചാരിക്കും നമുക്ക് എന്തോ മാറ്റം വന്നിട്ടുണ്ടോ, എന്നാൽ ഇന്ന് നേരത്തെ പോയി കളയാൻ വീട്ടിലേക്ക്. ഇതാണ് യഥാർത്ഥം സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയാണ് ഒരുപാട് ഫാമിലീസിൽ മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ അമ്മയ്ക്ക് മാറ്റം വന്ന് മക്കൾ ചോദിക്കും അമ്മ എന്താ മാറി, എങ്ങനെ മാറിയത്, ഞങ്ങൾക്കും കൂടി പറയും. എത്രയോ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു 25 ബിലോ ഉള്ള പെൺമക്കളും ആൺമക്കളും ഇഷ്ടം പോലെ എൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതം നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ശരിക്കും അത് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാൻ പാടില്ലേ? പാടുണ്ട്. പക്ഷെ അവിടെയാണ് ഇപ്പോൾ നമ്മുടെ ഈ സോഷ്യൽ എൻവയറമെൻ്റ് ഒരു ഘടകമാണ് ഇതിനകത്ത്. ഞാൻ ഇന്നലെ പറഞ്ഞു, സോഷ്യൽ എൻവയറമെൻ്റ് എന്ന് വെച്ചാൽ പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ്ഡ് ആണ് നമുക്ക് എവിടെയാണ്. ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് ഉദാഹരണം പറയാം. നമ്മൾ ഡോക്ടറേറ്റ് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ പല കോഴ്സുകളും പഠിക്കുന്നുണ്ട്. പലരും സ്കൂളിൽ പോകുന്ന 10ാം ക്ലാസ് +2 ഒക്കെ പഠിക്കുന്നത്, എല്ലാം പഠിക്കുന്ന ഡിഗ്രി ഉണ്ട്. ആക്ച്വലി നമ്മുടെ ലൈഫിൻ്റെ ബേസ് ആയിട്ടുള്ള പഠനം ഏത് ഡിഗ്രിയിലാണുള്ളത്? അതൊരു ഡിഗ്രി ഇല്ല. ഏതെങ്കിലും ഒരു കോളേജ് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. മക്കളോട് നമ്മൾ പറയും പോയി ഇരുന്ന് പഠിക്കുമെന്ന്, അല്ലേ? എല്ലാവരും പറയും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? TV ഓൺ ചെയ്തിട്ട് ഒച്ചത്തിൽ ന്യൂസ് വെച്ചിട്ട് ഇരിക്കും. അടുത്ത റൂം ആയിരിക്കും മക്കൾക്ക് പഠിക്കാൻ കൊടുക്കുന്നത്. എൻട്രൻസ് എക്സാം ഉണ്ടാവും, മറ്റു XYZ എല്ലാத்தைയും നമ്മളവർ കൊണ്ട് ചേർക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പഠിക്കാനുള്ള ഫീസ് നമ്മൾ നൽകുന്നുണ്ട് വീട്ടിനകത്ത്. ഇത് സോഷ്യൽ എൻവയറമെൻ്റ് ആണ്. സോഷ്യൽ എൻവയറമെൻറ്റിൽ മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മാത്രം വിചാരിച്ച കാര്യമില്ല. പക്ഷെ അതിന് അത്തരം പഠനങ്ങൾ നടക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ നമ്മളാകെ ശ്രമിക്കുന്നത് ഈ എൻവയറമെൻറ്റിനെ ചേഞ്ച് ചെയ്യാനാണ്. നമ്മുടെ ലൈഫിൻ്റെ 80%, 60 + 20 നമ്മുടെ കയ്യിലാണ്. 20% നമ്മുടെ കയ്യിലല്ല. അത് ബിയോണ്ട് അവർ കൺട്രോളാണ്. അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. പ്രപഞ്ചത്തിൻ്റെ പല നിയമങ്ങളിലൂടെ കടന്നു പോകും. 60% എത്ര % നമ്മൾ ഫുൾഫിൽഡ് ആണ്? അതൊരു ചോദ്യമാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രധാന ഘടകം കിടക്കുന്നത്. മനസ്സിലായി. നമ്മൾ ഇപ്പോൾ സാറിൻ്റെ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ആദ്യമായി തുടങ്ങിയ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ ഹാപ്പിനെസ് മാസ്റ്ററി ഹബ് എന്നാണ്. ഈ ഹാപ്പിനെസ് ആണോ ആളുകൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്? മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് ഹാപ്പിനെസ്സിലേക്കാണ്, സന്തോഷത്തിലേക്കാണ്. അല്ലെങ്കിൽ സന്തോഷം, സമാധാനം, സ്വസ്ഥത, ഒരേ ഘടകം തന്നെയാണ്. എല്ലാവരും, നിങ്ങളും ഞാനും എല്ലാവരും തേടുന്നത് ആ ഒരു പോയിൻ്റാണ്. പക്ഷെ നമുക്കത് എത്താൻ അതെവിടെയാണ് എന്താണെന്ന് അറിയില്ല എന്നുള്ള സത്യം. എല്ലാവർക്കും അതുണ്ട്. ഇതെവിടെയും പുറത്തു പോയി മേടിക്കാൻ കിട്ടുന്ന സാധനമേ അല്ല. പക്ഷെ ഇറ്റ്സ് വിത്തിൻ യു. പക്ഷേ നമ്മളിത് തേടി നടക്കുകയാണ്. നമ്മൾ സ്വസ്ഥമായിരിക്കുക. അപ്പോഴെല്ലാം ഓട്ടോമാറ്റിക് സംഭവിക്കുന്നതാണ്. ബാക്കി ഒന്നുകൂടി എടുത്തു പറയുന്നു, നമ്മൾ സ്വസ്ഥമായിരിക്കുമ്പോൾ എവറിത്തിങ് ഈസ് ഹാപ്പൻ ഹൗ വി വാണ്ട്, നമുക്ക് വേണ്ട പോലെ. പിന്നെ നമ്മൾ സ്വസ്ഥമായി ഇരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല, എനിക്ക് എന്ത് വേണം എന്നുള്ള ആക്ഷനിലൂടെ നമ്മൾ പോകണം. എന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വെറുതെ നമ്മൾ എംപ്റ്റി ആവും ലൈഫ്. സാർ എഴുതിയ 8ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഈ 8 പുസ്തകങ്ങളും പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ചുള്ള പുസ്തകങ്ങളാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ എഴുതാനുണ്ടായ ഒരു പ്രചോദനം? പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ എന്നതിനേക്കാൾ അപ്പുറത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്ത പുസ്തകങ്ങൾ എന്ന് പറയുന്നതായിരിക്കും ശരി. ഞാൻ എൻ്റെ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്തു വന്നു അതിനെയായിട്ട് ഒന്ന് കാവ്യവൽക്കരിച്ച് എഴുതിയെന്ന് മാത്രമേ. ഇപ്പോൾ കൂടുതൽ സാഹിത്യമൊന്നുമില്ല, നോർമൽ കുറച്ചും കൂടി കാവ്യവൽക്കരിച്ച് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ ഈ പുസ്തകങ്ങളിൽ എല്ലാത്തിനും. ഈവൻ ബിസിനസ് ആയാലും, ഇപ്പോൾ 2 പുസ്തകങ്ങൾ ബിസിനസ്സുണ്ട്, ബിസിനസ്സിലായാലും സെയിം തന്നെ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ലൈഫ് ആക്ച്വലി ഞാൻ ഗൾഫിലാണ്. കഴിഞ്ഞ 26 വർഷമായി ഗൾഫിൽ പോയിട്ട്. ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പ്
എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ടാണ്, രക്ഷയില്ലാതെ കയറിപ്പോയ ഒരാളാണ്. എന്ന് വെച്ചാൽ ഒരു സാധാരണ മൊബൈൽ ഷോപ്പിൽ ജോലിക്ക് ജോയിൻ ചെയ്ത് ചെറിയ ശമ്പളത്തിന്, വളരെ അന്ന് വെച്ചാൽ 800 ദിറംസൊക്കെ ശമ്പളത്തിന് ജോലി ചെയ്ത. പക്ഷെ അവിടെ നിന്ന് ഒരു നമുക്കെപ്പോഴും എന്തൊക്കെ നേടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അതിൽ നിന്ന് 16 മണിക്കൂർ 18 മണിക്കൂർ പണിയെടുത്തിട്ടാണ് പിന്നെ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇതായിട്ട് വന്നത്. അത് നമ്മൾ ഓക്കെ ഞാനതിൻ്റെ ലൈഫിൻ്റെ ആ ഒരു വലിയ സാഡ് മൂമെൻറ്റ് അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ഉറക്കമില്ലാത്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ എൻ്റെ മെമ്മറിയിലില്ല. കാരണം ഞാൻ ഡിലീറ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ, ഒരുപാട് വലിയ വലിയ നഷ്ടങ്ങളും ചതിയും വഞ്ചനയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഓക്കെ, ഫർഗീവ് ഇറ്റ്, അത് ഫർഗീവ് തെറാപ്പിയിലൂടെ പോകുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം പിന്നെ കുറേ ബിസിനസ്സൊക്കെ ഇമ്പ്രൂവ് ആയി, ഫാമിലിയായി, കൃത്യങ്ങളായി എല്ലാം കഴിഞ്ഞ് നന്നായിട്ട് പോകുമ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു വിഷയമുണ്ട് നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ച്. ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു ബിസിനസ്സുകാരോട് എല്ലാവരോടും പറയാനുള്ള കാര്യമാണ്, ബിസിനസ് ഒരു സ്ട്രെസ് പിടിച്ച പരിപാടിയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും. പക്ഷേ ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തവൻ ബിസിനസ് ഫെയിലായി പോകും. ഞാനൊക്കെ ബിസിനസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ദിവസം 8-9 ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചു. എൻ്റെ 38-39 വയസ്സിലൊക്കെ 8-9 ടാബ്ലറ്റ്സ് കഴിച്ചാൽ മാത്രമേ അത് ഉറങ്ങാൻ പറ്റൂ. എന്നിട്ടും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എത്രയോ ദിവസങ്ങൾ ശബ്ദമില്ലാതെ സൗണ്ടില്ല, ടെൻഷൻ കൂടിയിട്ട്, പ്രഷർ കൂടിയിട്ട്, ടെൻഷൻ കൂടിയിട്ട് സൗണ്ട് ഇല്ലാതെ എത്രയോ ദിവസങ്ങൾ കിടന്നിട്ടുണ്ട്. അങ്ങനെ എന്നാലും ബിസിനസ്സാണ്, നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും, കൊടുക്കാനുണ്ട്, വാങ്ങിക്കാനുണ്ട്. ഒരു ദിവസം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, പ്രോസസ്സാണ്. അത്ര ഹെവി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബാലൻസ് തിരിഞ്ഞു നോക്കാൻ ഒന്നുമില്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷെ ഒന്നുമില്ല എന്ന് അപ്പോഴല്ല അറിയാം. അപ്പോഴെന്തൊക്കെയോ ഉണ്ടാക്കി വെക്കാനുള്ള വ്യഗ്രതയായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി വെച്ചു, കുറേ ഉണ്ടാക്കി വെച്ചു. ഒരു സുപ്രഭാതത്തിൽ എല്ലാം വാനിഷായിപ്പോയി എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് റണ്ണവേ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുവരെ ഉണ്ടാക്കി വെച്ചത് എല്ലാം ഒന്നിച്ചു പോയി. ഒരു ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട്. മോർണിംഗ് 9 o'clock അറിയുന്നു കസ്റ്റമേഴ്സ് റണ്ണവേ ആണെന്നു, 11-12 ആക്കുമ്പോൾ കൺഫേം ആകുന്നു, തീർന്നു. അതുവരെ ഉണ്ടാക്കി വെച്ച ബാങ്ക് ബാലൻസ് അത്രയും കംപ്ലീറ്റ് ഫിനിഷ് ആവുന്ന അവസ്ഥയാണ്. അവിടെ നിന്നാണ് ഇരുന്ന് ചിന്തിച്ചത്, വൈ ഷുഡ് ഐ ഡു ദിസ്. ഇപ്പോൾ 40 വയസ്സായിരുന്നു. അപ്പോഴാണ് ടേണിംഗ് പോയിന്റിലേക്ക് വന്നത്. ഇത്രയും സമയം വർക്ക് ചെയ്തിട്ട് രാവിലെ 7 to 10 ആണ് കണ്ടിന്യൂസ് വർക്കിംഗ് ടൈം, നോ കോംപ്രമൈസ്. എന്ത് നേടി ലൈഫിൽ? ഇത് ഞാൻ ചോദിക്കുന്നത് എന്നോടുള്ള ചോദ്യമല്ല, ഇത് കേൾക്കുന്ന എത്രയോ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും. അവരോടാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത്, ലൈഫ് അങ്ങനെയല്ല. പിന്നെ ഇരുന്നു ആലോചിച്ചു, നോ, ദിസ് ഇസ് നോട്ട് ദ വേ, യു ഹാവ് ടു കറക്റ്റ്. അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതെന്ന് ഉത്തരവാദിത്വം ഇത് തന്നെയാണ്, എന്ത് നേടിയതും ഇത് തന്നെയാണ്, ഇനി എങ്ങനെ നേടണം തീരുമാനിക്കേണ്ടത് ഇത് തന്നെയാണ്. അങ്ങനെ ഒന്ന് റീവിസിറ്റ് ചെയ്താണ് ഇന്നിരിക്കുന്ന അവസ്ഥ. ഇന്നിപ്പോൾ എനിക്ക് 6ഓളം കമ്പനികളുണ്ട്, എല്ലാം ഓട്ടോമാറ്റിക്. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ കമ്പനികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അറ്റ് എ ടൈം ഒരു 3000 സ്റ്റുഡൻസ് എൻ്റെ ഓൺ ക്ലാസ് ഇപ്പോഴും ഇപ്പോൾ 1:30-2 o'clock ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, ഓൺ ഗോയിങ് നടക്കുന്നുണ്ട്. ഇതൊരു ട്രാൻസ്ഫോർമേഷനാണ്, അത് ഒറ്റയടിക്ക് പറഞ്ഞ് എത്താൻ പറ്റില്ല എന്നേ ഉള്ളൂ. ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ ലാക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണോ അങ്ങനെ ഒരു പുസ്തകം എഴുതാമെന്ന് തീരുമാനിച്ചത്? തീർച്ചയായിട്ടും. അതും ഞാനിത് അനുഭവിച്ച കാര്യങ്ങളിൽ നിന്ന് കടന്നു വന്നപ്പോൾ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയ സാധാരണ ഒരു മോട്ടിവേഷനിലൂടെ 4 വരി 5 വരി മോട്ടിവേഷൻ നിന്നപ്പോൾ അത് നല്ലൊരു അക്സെപ്റ്റൻസ് ഉണ്ടായ ആൾക്കാർ. അതിനുശേഷമാണ് ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് റിയൽ മനസ്സിലാകുന്നത് ഞാൻ അനുഭവിക്കുന്ന മാത്രമല്ല ഈ പ്രശ്നം, എൻ്റെ ഇത്രകാലം വെച്ചത് എൻ്റെതാണെന്നത് അല്ല, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. അതിനനുസരിച്ച് ഫസ്റ്റത്തെ ബുക്ക് ആ ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാരുടെ ലൈഫാണ്. ഞാനും അതിലൊരു കഥാപാത്രമാണ്. അവരുടെ ലൈഫ് എങ്ങനെ ട്രാൻസ്ഫോം ആയി എന്ന്, ഒരു 6 മാസം കൊണ്ട് എങ്ങനെ ട്രാൻസ്ഫോം ആയി എന്നതാണ് ഫസ്റ്റത്തെ എൻ്റെ പുസ്തകം, മനസ്സൊരു വിസ്മയം എന്ന് പറയുന്ന പുസ്തകം. ബാക്കിയൊക്കെ നമ്മളറിയാമല്ലോ, നമ്മളങ്ങ് വിട്ടുകൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരും. ജസ്റ്റ് നമ്മൾ ഒന്നുമല്ല, ഇതിനൊരു ജസ്റ്റ് എ വിറ്റ്നസ് എന്ന അവസ്ഥയിലേക്ക് വരും. പിന്നെ സംഭവിക്കുന്നതൊക്കെ ഓട്ടോമാറ്റിക് നമ്മൾ അവിടെ എത്രയേ ഉള്ളൂ. എൻ്റെ ഇപ്പോഴും കമ്മിറ്റ്മെൻറ്റ്, ഐ വിത്ത് ഫ്രം ദി മോർണിംഗ് 3:30 ഞാൻ എൻ്റെ ഡെയിലി റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യും. ടിൽ 10-30 വരെ ഞാൻ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ അതിൽ വരുന്ന ആൾക്കാരുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് ആൾക്കാർ നമ്മളോട് പറഞ്ഞതനുസരിച്ചുള്ള ഫീഡ്ബാക്ക് കിട്ടുന്ന അല്ലേ? അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, ഈ ദിനേശ് മുങ്ങത്ത് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടു. ആ ചാനലിൽ 1 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അത്രയും സബ്സ്ക്രൈബേഴ്സ് വരിക എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും നമ്മളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെ ജീവിതം മാറിയ ഒരുപാട് പേരുണ്ടോ? ഒരുപാട് ആൾക്കാരുണ്ടോയെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഇപ്പോൾ 1 ലക്ഷം പറഞ്ഞില്ലേ, നിങ്ങൾ എടുത്തു നോക്കിയപ്പോൾ നാളെ നോക്കാം,
1 ലക്ഷത്തിൽ ഏകദേശം ഒരു 85% ലൈഫ് ചേഞ്ചസ് ഉള്ളവരായി. ആണല്ലേ? അത്രയും ഫീഡ്ബാക്ക്. ഇപ്പോൾ ഒരു ലൈവ് സെഷൻ വെച്ചാൽ, ഇന്നിപ്പോൾ നിങ്ങൾ ലൈവ് പറഞ്ഞ് താഴെ കമൻറ്റ് കാണാം. ഞാനായിട്ടൊന്നും പറയണല്ല, ആൾക്കാർ പറയുന്ന കമൻറ്റ് കാണാം. നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മുടെ രീതി, അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും ആൾക്കാരിൽ വലിയ ഇതുണ്ടാവുന്നു. ഇല്ല എന്ന് പറഞ്ഞ് ഇതുവരെ എനിക്ക് ഇത്രയും, എൻ്റെ യൂട്യൂബ് ചാനൽ 1 വർഷം സംതിങ് ആയിട്ടുള്ളൂ. ഇപ്പം എൻ്റെ ലൈവ് സൂമിലാണ് ഞാൻ അധികം ക്ലാസ് എടുക്കുന്നത്. ഞാൻ ലൈവാണ്, സൂമിൽ നേരെ ലൈവ് ക്ലാസ് എടുക്കുക, എല്ലാവരും പങ്കെടുക്കും, ഫ്രീ ആണ്, നോ ചാർജസ്. ഒരു 500-600 ആൾക്കാർ എല്ലാ ദിവസവും ക്ലാസ്സിലുണ്ടാവും. ഈ 1.5 വർഷമായിട്ട് ഫ്രീ ക്ലാസ്സുകളാണ്. ഞാൻ പെയ്ഡ് ക്ലാസ്സുകൾ പബ്ലിക്കിൽ കൊടുത്തിട്ടില്ല. പിന്നെ പെയ്ഡ് ക്ലാസ് വേണ്ടവർക്കുണ്ട്, അത് അവർക്ക് സെലക്ട് ചെയ്യാം. വി ഡോണ്ട് സെൽ എനിത്തിങ് ടു എനിബഡി. ദേ ആസ്ക് ഫോർ, ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് വേണം എന്ന് പറയുമ്പോൾ ആ ക്ലാസ് ഉണ്ടാക്കണം, ആപ്പും മറ്റൊക്കെ ആയിട്ട്. അപ്പോൾ അവരൊക്കെ ലൈഫിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അമ്മമാർ രാവിലെ 7 മണിക്ക് എഴുന്നേറ്റിട്ട് നോക്കുന്നത് നമ്മുടെ ചാനൽ കിട്ടി വന്നു എന്നാണ്. വരാതിരുന്ന ഭയങ്കര അപ്സെറ്റാണ് അവർക്ക്. എന്താ വെച്ചാൽ നമ്മൾ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് അന്നത്തെ ദിവസം മുഴുവൻ അത് പോകാനായിട്ട്, ആ മോട്ടിവേഷൻ ഉണ്ടാവാനായിട്ട്. അത് അവർക്ക് പ്രചോദനമാവുന്നുണ്ട്. ഞാൻ എൻ്റെ റിയാലിറ്റി പറയുന്നു, അത് അവർക്ക് പ്രചോദനം ഉണ്ടാവുന്നു മാത്രമാണ്. അല്ല ഞാൻ അവർക്ക് മാറ്റം എന്നുവെച്ചാൽ ഞാൻ എന്തോ സംതിങ് ചെയ്യുന്നതല്ല എൻ്റെ അടുത്ത്. മനസ്സിലായി. ഞാനൊരു കോൺസെപ്റ്റ് പറയുന്നു. അവർ ഞാൻ 1 മണിക്കൂറൊക്കെ ആയിരിക്കും ക്ലാസ്. അത് കേട്ടോണ്ട് മിക്ക ആൾക്കാരെയും പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഞങ്ങൾ വീട്ടിലെ രാവിലത്തെ വർക്കുകളൊക്കെ നടക്കണമെങ്കിൽ മക്കളൊക്കെ പറഞ്ഞു വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ TV ഓണാക്കിയിട്ടുണ്ടാവും, ന്യൂസ് ഒന്നും വെക്കൂല, ഈ എൻ്റെ യൂട്യൂബാണ്, എല്ലാവരും കേട്ട് അവരോരോ പണിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ സന്തോഷിപ്പിക്കുന്ന കാര്യം. നമുക്ക് ഇത്തരത്തിലുള്ള ജീവിതം മാറ്റിമറിച്ച ഒരുപാട് ആൾക്കാരുടെ കഥ പറയാനുണ്ടാവില്ലേ? അതിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റുമോ? കഴിഞ്ഞ പ്രാവശ്യം ഒരു അമ്മ പാലക്കാടാണ്. അവര് ഹസ്ബൻഡ് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ നടുവൊടിഞ്ഞു. അവർ ബെഡ് റിഡനായി, എഴുന്നേക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, സംസാരം ഒന്നുമില്ല, കംപ്ലീറ്റ് കോമ സ്റ്റേറ്റാണ്. ഒരു ദിവസം ഇങ്ങനെ ക്ലാസ്സിൽ പങ്കെടുത്തു. കുറേ ദിവസം ആർക്കൊരു കുറച്ചൊരു ഉഷാറാണ്. ആ പെങ്ങൾ ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത, ഭർത്താവ് മരിക്കുന്നവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരു പാവം 2 മക്കളുണ്ട്, ഒരു മോളും ഒരു മകനുണ്ട്. അപ്പോൾ അവർ കോളേജിൽ പോകുന്നു എന്നല്ലാതെ ഈ അമ്മയ്ക്ക് വേറെ യാതൊന്നും അറിയില്ല. അടുത്ത ഷോപ്പിൽ പോയി ഒരു സാധനം മേടിക്കാൻ പോലും അമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ ഒരു 5-6 മാസം ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ വീട്ടിൽ വന്നു. വീട്ടിൽ ഇവർ ഇത്രയും നല്ല ഒരു ആരോഗ്യമുള്ള മനുഷ്യനാണ്. അത് എടുത്തിട്ടൊന്ന് വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കാൻ പോലും അവരെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അത്രയും. അപ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പറയുമല്ലോ, ആൾക്കാരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും, നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് അവർ ട്രൈ ചെയ്തു. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ അവർക്ക് വന്നു. കുറച്ച് അനങ്ങാനും പിടിക്കാനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ ശേഷം ഒരു ദിവസം എന്നോട് സംസാരിച്ചു, വണ്ണായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് വിഷയങ്ങൾ. അപ്പോൾ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതിനുള്ള കുറച്ച് പ്രതിവിധികളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇപ്പം 6 മാസമായിട്ടുള്ളൂ സംഭവം. ഇന്ന് ആ 2 മക്കൾക്കും ജോലി കിട്ടി, 2 മക്കളും ജോലിക്ക് പോയി. ആ മനുഷ്യന് ഭക്ഷണം കഴിക്കാനുള്ള എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരെല്ലാ ദിവസവും ക്ലാസ്സിൽ വന്നിരിക്കും. അവർക്കൊന്നും ഒരു ദിവസം പോലും നമ്മൾ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ അവർക്ക് എന്തോ നഷ്ടപ്പെട്ടെന്തോ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ ഒരുപാട് അമ്മമാരുണ്ട്. പിന്നെ ബിസിനസ്സിൽ മാറ്റം വന്നവർ, ബിസിനസ്സിൽ ഒരുപാട് ആൾക്കാർ നഷ്ടപ്പെട്ടു പോയ, ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ, അതിൻ്റെയൊക്കെ ഒരുപാട് പേയ്മെൻറ്റ് തിരിച്ച് കിട്ടാനുള്ള കുറേ ടെക്നിക്കുകൾ നമ്മൾ പറഞ്ഞു കൊടുത്തത് അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ടു പോയെടുത്ത് തിരിച്ചു കിട്ടിയ ആൾക്കാരുണ്ട്. ഡൈവേഴ്സിൻ്റെ വക്കത്ത് നിൽക്കുന്ന ആൾക്കാർ തിരിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്നെ ഏറ്റവും ആകർഷിച്ചതെന്ന് വെച്ചാൽ, ഒരമ്മ 2 ആൺമക്കളുണ്ടായി. 2 ആൺമക്കളും അമ്മയെ കണ്ടുകൂടാ. ഒരു മകൻ വീടേ വിട്ടിട്ട് പോയി, വേറെത്ത് താമസിച്ചു. ഒരു 3-4 വർഷമായി. അമ്മയെ മിണ്ടില്ല, അമ്മയോട് മിണ്ടില്ല, അനിയനോട് മിണ്ടില്ല. മൂത്തവൻ അതുണ്ട്. ഈ അനിയൻ അമ്മയോട് മിണ്ടും, പക്ഷെ കെയർ ചെയ്യില്ല, ശ്രദ്ധിക്കില്ല. വീട്ടിൽ വന്നു അവൻ കിടന്നുറങ്ങി എഴുന്നേറ്റ് പോകും. അമ്മ കൊടുത്ത ഭക്ഷണം കഴിക്കില്ല, ഒന്നും ചെയ്യില്ല. അമ്മ ഒറ്റയ്ക്ക്. അമ്മ ഒന്ന് ഒരു 65-67 വയസ്സായിട്ടുണ്ടാവും. അമ്മ ജോലിക്ക് പോവും, സാധാരണ പണിക്ക് പോവും. എന്നിട്ട് പൈസ കൊണ്ടുവന്നും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മോൻ കഴിക്കും. അവൻ കഴിക്കൂല, പക്ഷേ എല്ലാ ദിവസവും അമ്മ ഉണ്ടാക്കും. മൂത്തമ്മ വിളിക്കൂല, ഒന്നുമില്ല. ഒരു 3-4 മാസം എൻ്റെ ക്ലാസ്സിൽ വന്ന് പങ്കെടുത്തു. അപ്പോൾ എന്നോട് ആദ്യം വന്നപ്പോൾ പറഞ്ഞു, സാറേ എൻ്റെ പ്രശ്നം ഇങ്ങനെയാണ്, ക്ലാസ്സിൽ എന്നോട് സംസാരിക്കാം, എൻ്റെ വിഷയം എങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 20 ദിവസം ഇവിടെ വെയിറ്റ്, 21-ാം ദിവസം മകൻ നിങ്ങളടുത്ത് വരും, വന്നിട്ട് സംസാരിക്കും. അവൻ പറഞ്ഞു ഓക്കെ സാറ് പറഞ്ഞൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തോളാം. എഴുതാനും പഠിക്കും, നമ്മൾ അഫർമേഷൻ എഴുതും, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും, ഫ്രീ പറഞ്ഞോളൂ. ഇവരെല്ലാ ദിവസവും ചെയ്യുന്നത്, ഒരു ദിവസം പോലും മുടങ്ങിയില്ല. 21-ാമത്തെ ദിവസം ആ മകൻ വീട്ടിൽ വന്നു, അമ്മയ്ക്ക് സ്വർണ്ണമാലി വാങ്ങിച്ചിട്ട് വന്നു. അതെന്താണ് മകനെ അങ്ങനെ മാറ്റാനുണ്ടാക്കിയത്? അവൻ്റെ മൈൻഡിൽ ചേഞ്ചസ് ആയി. അമ്മയോട് ചെയ്യുന്ന പ്രാക്ടീസ് അവനിൽ മാറ്റം ഉണ്ടാക്കി.
ഇന്ന് അവൻ പറയും, ഇന്ന് എന്നെ കഴിഞ്ഞ പ്രാവശ്യം അവൻ എന്നെ വിളിച്ചു പറയുന്നത്, അമ്മ ഏത് ക്ലാസ്സിൽ വേണം ചേർന്നോട്ട് സാറേ, ഞാൻ പൈസ അയച്ചു തരാം. ഈ അനിയനും ഏട്ടനും എത്രയോ വർഷങ്ങളായിട്ട് മിണ്ടാത്തവർ ഇപ്പോൾ ചങ്കേ കരളെ പിന്നെയാണ്. അമ്മയുണ്ട്. അമ്മ ഇപ്പോൾ അവർ ഒരുപാട് അവർ തന്നെ പറഞ്ഞ വീഡിയോസ് നമ്മുടെ ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവർ തന്നെ അവർ പറയുമ്പോഴാണ് എനിക്കറിയണത്, അല്ല ഞാൻ ക്ലെയിം ചെയ്യുന്നതല്ല. അവർ പറഞ്ഞു അതൊക്കെ മാറ്റം ഉണ്ടാവും, അതെത്രയേ ഉള്ളൂ, അതിനകത്ത് വേറെ ഒന്നുമില്ല. അവർക്ക് എവിടെയാണോ അലൈൻമെൻറ്റ് വേണ്ടത് ആ അലൈൻമെൻറ്റ് അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. ഇവിടെ ഒന്നേ ഉള്ളൂ, മൈൻഡിനെ ഒന്ന് ചേഞ്ച് ചെയ്താൽ മാത്രം മതി, ബാക്കിയൊന്നും ആവശ്യമില്ല. ഈ നമ്മളിപ്പോൾ ഒക്കെ പറഞ്ഞില്ലേ, മൈനസിനെ ഒന്ന് ചെറുതായിട്ട് മാറ്റിയാൽ മതി, നമുക്ക് കാര്യങ്ങളെല്ലാം മാറി മറിയുമെന്ന്. പക്ഷേ ഈ മനസ്സിനെ ഒന്ന് ചെറുതായി മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. കാരണം സൈക്കോളജിക്കലി പറഞ്ഞ അല്ലെങ്കിൽ ന്യൂറോ സയൻറ്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സങ്കല്പം, ഒന്ന് വികല്പം. അല്ലെങ്കിൽ നമുക്കൊരു വിഷ്വലൈസേഷൻ ഓർ നോൺ വിഷ്വലൈസേഷൻ. ഇതാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള പ്രോസസ്സ്. നമ്മൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് വേണ്ടതിനെ നമ്മൾ ശ്രദ്ധിക്കാറില്ല, വേണ്ടാത്തതിനെ കൂടുതൽ ശ്രദ്ധിക്കും. എന്തുകൊണ്ട് ഒരു ദരിദ്രനായിട്ട് തന്നെ തുടരുന്നു? ഒരു പണക്കാരൻ്റെ മക്കൾ പണക്കാരനായിട്ട് തന്നെ മാറണം. പ്രോസസ്സ് സിമ്പിളാണ്. അവരുടെ ജീവിതം അങ്ങനെയാണ് അവരാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം അവിടെയാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ, മൈൻഡ് ട്രെയിനേഴ്സിൻ്റെ ഇതുള്ളത്. നമ്മളിതിന് നേരെ തിരിക്കും. എന്താണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? ആ ചെറുപ്പകാലത്ത് നമുക്കൊന്നും അറിയില്ല, എല്ലാം പ്രോഗ്രാമായി നമ്മൾ വന്നു. ഇപ്പോഴാണ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഇതെല്ലാം എൻ്റെ ലൈഫ്, എനിക്ക് മാറണം അല്ലേ? ആ ഒരു സെർട്ടൻ പോയിന്റ് ഉണ്ടാവുമല്ലോ, അതുവരെ നമ്മൾ കറക്റ്റാണ് അല്ലേ? നേരത്തെ പറഞ്ഞത് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സ്റ്റാർട്ട് അനലൈസിങ് വേർ ഈസ് ദ പ്രോബ്ലം, എവിടെയാണ് എനിക്ക് മാറേണ്ടത്. അതാണ് സെൽഫ് അവെയർനെസ്. ആ അവെയർനെസ് ഒരാൾക്ക് സ്റ്റാർട്ടായ ദെൻ ഇസ് പോസിബിൾ. അപ്പോൾ അവനിരുന്ന് ആലോചിക്കും എവിടെയൊക്കെയാണ് എനിക്ക് മാറ്റം ഉണ്ടാവേണ്ടത്, ഡിസൈഡ് ചെയ്തു, ദെൻ റീസ്റ്റാർട്ട്, റീപ്രോഗ്രാം ഇറ്റ്. അവിടെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വരുന്നത്. മാനിഫെസ്റ്റേഷൻ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് റൈറ്റ് വാട്ട് യു വാണ്ട്. ഇപ്പം ഞാൻ എൻ്റെ പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആദ്യത്തെ എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴിലേക്ക് വരുമ്പോൾ 5 കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചു. എൻ്റെ ലൈഫിൽ ഞാൻ ആരായിരിക്കണം. അന്ന് ഞാനൊരു ഓതറല്ല, ഞാനൊരു എഴുത്തുകാരനല്ല, ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു. പക്ഷെ ഞാനവിടെ എൻ്റെ പേരിൻ്റെ കൂടെ ഓത്തർ എന്ന് എഴുതി ചേർക്കാൻ ഇറ്റ്സ് ഹാർഡ് പെയിൻ, ഇറ്റ്സ് നോട്ട് സോ ഈസി. അതൊന്ന് ഡിസൈഡ് ചെയ്തപ്പോൾ ഞാൻ 1.5 വർഷം കൊണ്ട് 8 പുസ്തകങ്ങൾ എഴുതി. ഞാനൊരു കച്ചവടക്കാരനായിരുന്നു, ഐ എം നോട്ട് എൻ എന്റർപ്രണർ. ആ എന്റർപ്രണർ കച്ചവടം ബിസിനസ് ഭയങ്കര വ്യത്യാസമാണ്. അതിലേക്ക് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ ഹാർഡ്ലി ഐ റോട്ട് ഇറ്റ് മൈസെൽഫ്, ദിനേശ് മുങ്ങർ എന്റർപ്രണർ. ഇന്ന് ഞാൻ 6 കമ്പനി ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ മോട്ടിവേഷൻ സ്പീക്കർ. ഞാൻ എൻ്റെ ഒരു കഥ തമാശ പറയാം. ഞാൻ സംസാരിക്കാൻ എഴുന്നേറ്റ പിള്ളേർ, എൻ്റെ ഫ്രണ്ട്സ് പറയും, ഓ എന്നെ മതിയാക്കുന്നു പോയി. ബിഫോർ സ്റ്റാർട്ടിങ് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് ബോറടിക്കും. ഇപ്പോൾ വീണക്ക് ബോറടിക്കുണ്ടോ? ഇല്ല. ബിക്കോസ് ഐ മേഡ് ട്രാൻസ്ഫോർമേഷൻ, ഐ എം എ മോട്ടിവേഷൻ സ്പീക്കർ. ഞാൻ എഴുതിയത് കൊണ്ടാണ്. എഴുതിയെന്ന് വെച്ചാൽ ആദ്യത്തെ എൻ്റെ ഡിസിഷനാണ് ഐ ബിക്കം എൻ മോട്ടിവേഷൻ സ്പീക്കർ. അല്ലേ? ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് നോട്ട് സോ ഈസി. ഞാനത് ഈസിയാന്ന് പറഞ്ഞില്ല. ആ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, ദ ക്യാപ്സൂൾ, അതാണ് റൈറ്റ്. അത് ചെയ്തോ യു ക്യാൻ ബിക്കം. ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച് നമ്മളോട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് എന്തായിരിക്കും? ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന എന്തിനാണ്? ദെയർ പെയിൻസ്. നേരത്തെ പറഞ്ഞില്ല, ആൾക്കാർക്ക് ഹാപ്പിനെസ് വേണം, പക്ഷെ എവരിബഡി ഫോക്കസ് ഓൺ ദെയർ പെയിൻസ്. വേദനയെ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പെയിൻ എന്ന് പറയുന്നത് പണമാണ്, മണിയാണ്, റിയാലിറ്റിയാണ്. ഒരു ഉദാഹരണം പറയാം. ഒരമ്മ എന്നോട് പറഞ്ഞു, സാറേ ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല, കടം ആയിട്ട് നിൽക്കാൻ പറ്റില്ല, ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ. ഞാൻ പറഞ്ഞു, അയ്യോ ചെയ്തേക്കല്ലേ, ഞാൻ എന്ത് സപ്പോർട്ട് വേണമെങ്കിൽ ചെയ്യാം, ഈവൻ കാശ് വേണമെങ്കിൽ കാശും തരാം, അന്ന് കുഴപ്പമില്ല, ആത്മഹത്യ ചെയ്തേക്കാം. അപ്പോൾ 80 ലക്ഷം രൂപ കടമുണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്? സാറേ അത് ബാങ്കിൽ അടക്കാനുണ്ട്. ശരിയാണ്, എല്ലാവർക്കും ഉണ്ട് കേട്ടോ, ഈ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ട്. റിയാലിറ്റി ചെക്ക് ചെയ്യുമ്പോഴാണ് വിഷയം. 80 ലക്ഷം കടമുണ്ട്. എങ്ങനെയാണെന്നറിയോ? അവർ പ്രോപ്പർട്ടി വാങ്ങിച്ചു, അവരെ സംബന്ധിച്ച് കടമാണ്. പ്രോപ്പർട്ടി വാങ്ങിച്ചു, പ്രോപ്പർട്ടി 1,28 ലക്ഷം രൂപ കൊടുത്ത് പ്രോപ്പർട്ടി വാങ്ങിച്ചു. അപ്പോൾ അവരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് കുറച്ച് കാശുണ്ടായിരുന്നു, ആ കാശ് കൊടുത്തു. ബാക്കി അവർ 40 ലക്ഷം രൂപയുടെ സ്വർണം പ്ലഡ് ചെയ്തു. 40 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും ലോണും എടുത്തു. ആക്ച്വലി എത്ര രൂപ അവർക്ക് കടമുണ്ട്? 80 ലക്ഷം രൂപ ഇല്ലേ? ഇല്ലല്ലോ, അവിടെയല്ല വിഷയം. 40 ലക്ഷം രൂപ ഗോൾഡ് പ്ലഡ്ജ് ചെയ്തു. ഗോൾഡ് ഈസ് വാട്ട്? ഗോൾഡ് നമ്മുടെ ഗോൾഡ് അല്ലേ? നമ്മുടെ ഗോൾഡ് അല്ലേ? അത് കടമാണോ?
അത് കടമല്ലേ അങ്ങനെയാ നമ്മുടെ പ്രോപ്പർട്ടി തിരിച്ചു കിട്ടും. അവർ പ്രോപ്പർട്ടി അല്ലേ, നമ്മുടെ പ്രോപ്പർട്ടി അല്ലേ അത്. അതെ അതെ. അപ്പൊ അത് കടമല്ലല്ലോ. ഓ അത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കും. പോകുന്നതിനാ അത് രണ്ടാമത്തെ മാറ്റർ അല്ലേ. അങ്ങനെയാണെങ്കിൽ 1,28 ലക്ഷത്തിന് സ്വത്ത് അവിടെ ഒരു അസറ്റ് അല്ലേ, അതേപോലെ അസറ്റ് അല്ലേ ഗോൾഡും. 40 ലക്ഷം രൂപയുടെ ഗോൾഡ് നമ്മൾ ബാങ്കിൽ വെക്കുമ്പോൾ 40 ലക്ഷം രൂപ വിലയുള്ള ഗോൾഡ് ആണോ അവർ 40 ലക്ഷം തരിക? 60 ലക്ഷം ഉണ്ടാവില്ലേ അല്ലേ? അപ്പൊ ആക്ച്വലി നിങ്ങളുടെ അസറ്റ് എത്രയുണ്ട്? 60 ലക്ഷം ഉണ്ടായിട്ടില്ലേ? 40. നമ്മൾ ഈ കടം എന്ന് പറയുന്നത് ബാധ്യത എന്ന് പറഞ്ഞാൽ അടക്കാതിരിക്കുമ്പോൾ അവസ്ഥയല്ലേ പറഞ്ഞത്. അടക്കാതിരിക്കുമ്പോൾ ഗോൾഡ് പോകുന്ന രണ്ടാമത്തെ ഭാഗം. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? 1,28,80 ലക്ഷം അല്ലല്ലോ കടം, 60 ലക്ഷത്തിന് ഗോൾഡ് അവിടെ ഉണ്ട്. ബാക്കി 40 ലക്ഷം ബാക്കിൽ നിന്ന് അല്ലേ, അതിന് 20 ലക്ഷം പിന്നെ കുറച്ചാലും ബാക്കി നമുക്ക് 40 ലക്ഷമേ കടവുള്ളൂ അല്ലേ, 20 ലക്ഷമേ കടവുള്ളൂ. ചിന്തിച്ചു നോക്കൂ അല്ലേ. പക്ഷെ പോയാൽ നമ്മുടെ ഗോൾഡ് പോയാൽ സ്വത്തും പോയാൽ പോയില്ലേ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പോകുന്നല്ലോ, പോകുന്ന കടം എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയാണ്. കടം എന്താണ്? 20 ലക്ഷം അല്ലേ കടം, 20 ലക്ഷം. അപ്പൊ അതല്ലേ റിയാലിറ്റി. ബാങ്ക് നടച്ച പൈസ തിരിച്ചടക്കണം, അതിനൊരു ഓപ്ഷൻസും ആർക്കും കൊടുക്കാൻ പറ്റില്ല തിരിച്ച. പക്ഷെ നമ്മുടെ മൈൻഡിൽ എന്താ ഉള്ളത്? 80 ലക്ഷത്തിന് ഹെവിയോ 20 ലക്ഷത്തിന് ഹെവിയാണോ? ഇല്ലല്ലോ. അപ്പൊ 20 ലക്ഷമാണെന്ന് നമ്മൾ റിയാലിറ്റി ഫേസ് കഴിഞ്ഞാൽ നമുക്ക് അടക്കാണ്ട് തിരിച്ചടവ് അത് എന്തായാലും അടക്കണം. ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നാളെ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ മരിക്കും, ഉറപ്പാണ് അല്ലേ. അതുപോലെ തന്നെ ഇന്ന് ബാങ്കിൽ അടച്ചു, നാളെ അടച്ചില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അതല്ലല്ലോ വിഷയം. ഇവിടെ വിഷയം എന്താണ്? ഞാൻ എന്തിനാ സൂയിസൈഡ് ചെയ്യുന്നത്? 80 ലക്ഷം അടക്കാൻ 20 ലക്ഷമാണ് സൂയിസൈഡ് ചെയ്യണം. സൂയിസൈഡ് ഇസ് നോട്ട് ഓപ്ഷൻസ്. ഈവൻ ആണെങ്കിൽ തന്നെ എനിക്കത് അടക്കാൻ പറ്റുന്നില്ലെന്ന് സൂയിസൈഡ് ചെയ്താൽ ഓപ്ഷൻ തീരുമോ? ഒരിക്കലുമില്ല. ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാണ് നമ്മുടെ സമൂഹം. പക്ഷെ ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ വീഡിയോ കണ്ടിട്ടുള്ളത് ലോട്ടറി അടിക്കാനുള്ള ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ലോട്ടറി അടിക്കാനുള്ള ടെക്നിക്കോ? അത് വീഡിയോ കണ്ടാൽ മതി. അത് ഭയങ്കരമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടായിട്ട് ഇപ്പോഴും എൻ്റെ ക്ലാസ്സിൽ വന്ന ആൾക്കാർ പറയാൻ സാർ പറഞ്ഞ ടെക്നിക്കൽ എനിക്ക് ലോട്ടറി അടിച്ചു എന്ന് പറയാം. ഇതെല്ലാം നമ്മുടെ മൈൻഡിൻ്റെ ഒരു എന്താ. ഞാൻ നിങ്ങളോട് പറയാണ്, യു ഡു ദിസ് വൺ യു വിൽ ഗെറ്റ് എ ബെനിഫിറ്റ് അല്ലേ. നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്തിനാണ് നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്? നമുക്കൊരു കോൺഫിഡൻസ്, ശക്തി കിട്ടല്ലേ. ഈ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വരും. ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് എൻ്റെ അഡ്മിൻസ് എല്ലാവരും പറഞ്ഞു കൊടുത്താണ്. ഞങ്ങൾ അമ്പലപ്പുഴ കഴിഞ്ഞ പ്രാവശ്യം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോയി വിസിറ്റിന് പോയപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാൻ ലോട്ടറി കടയിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞു ലോട്ടറി തരാൻ പറ്റും. ഞാൻ ഒരു ബൈക്കിൽ പറഞ്ഞു ഇതിൽ അടിക്കോട്ടോ എന്ന് പറഞ്ഞ് ഞാനൊരു സെറ്റ് ഓഫ് ലോട്ടറി എടുത്തു. ഒരു സെറ്റ് ഓഫ് ലോട്ടറി എടുത്തിട്ട് ഞാൻ വൈഫിനോട് എടുത്തിട്ട് പറഞ്ഞു ഇതിൽ അടിക്കോട്ടെ. ബാക്കി എൻ്റെ കുറച്ച് സ്റ്റുഡൻസും ഉണ്ടായിരുന്നു ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ. ഞാൻ അമ്പലപ്പുഴ പോകുന്ന പറയുമ്പോൾ അവിടേക്ക് വന്നവരാ. അവരോട് പറഞ്ഞു നിങ്ങളെല്ലാം എടുത്തോളൂ. എല്ലാവരോടും എടുത്തു വന്നിട്ട് എല്ലാവർക്കും ഞാനൊരു സെറ്റ് എടുത്തു കൊടുത്തു. ഞാനും എടുത്ത സെറ്റ് തിരിച്ചു വന്നു. എല്ലാവർക്കും അടിച്ചു. ചെറിയ എമൗണ്ടാണ്, പക്ഷെ എല്ലാവർക്കും അടിച്ചു. അതാണ് ഇതിന് മാജിക് ഒന്നും അല്ല. അത് ഇതൊരു റിയൽ സയൻസ് ആണ്. നമ്മുടെ മൈൻഡിൻ്റെ എനർജിയുടെ സയൻസ് ആണ്. നിങ്ങളിൽ ഗുഡ് വൈബ്സ് ആണ്, ഗുഡ് എനർജി ആണെങ്കിൽ ഇറ്റ് വിൽ ഹാപ്പൻ എവറിത്തിങ് ഗുഡ് ഫോർ യു. നിങ്ങൾ ബാഡ് എനർജിയിലാണ് നടക്കുന്നത്, നിങ്ങൾ ലോകം മുഴുവൻ നിങ്ങൾക്ക് ബാഡ് കണക്ട് ആവും. ഞാൻ അതുപോലെ ഒരു സംശയം പറയട്ടെ. അതായത് നമ്മളെല്ലാവരും വളരെ ട്രെൻഡിങ് ആണ് മാനിഫെസ്റ്റേഷൻ നടത്തുക, മാനിഫെസ്റ്റേഷനിലൂടെ എന്തും സാധ്യമാക്കുക എന്ന് പറയുന്നത്. പക്ഷെ സത്യത്തിൽ ഈ മാനിഫെസ്റ്റേഷനിലൂടെ എന്തും നേടിയെടുക്കാം എന്ന് പറയുന്നത് ആ ഒറ്റ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായും ശരിയാണോ? മാനിഫെസ്റ്റേഷൻ സാക്ഷാത്കാരമാണ്. സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് സാക്ഷാത്കരിക്കണമെന്ന് ആദ്യം നമുക്കൊരു ഒരു കറക്റ്റായിട്ടുള്ള പിക്ചർ വേണം അല്ലേ, അല്ലെങ്കിൽ സാക്ഷാത്കരിക്കാൻ പറ്റില്ലല്ലോ. ഏറ്റവും ആൾക്കാർ ഫെയിൽ ആവുന്ന ക്രിയേറ്റിംഗ് ദാറ്റ് പിക്ചറാണ്. എനിക്കെന്ത് വേണം, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, എനിക്കെന്ത് വേണം. ഇപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരും വീട് വേണം എന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. എനിക്കൊരു വീട് കിട്ടിയാൽ അല്ലേ, ശരിയാണല്ലോ. എന്ത് വീടാന്ന് ഡീറ്റെയിൽസിലേക്ക് പോയേ. ഒരു വീട് ചോദിച്ചാൽ പലർക്കും അറിയില്ല. ഇപ്പൊ ഞാനും ആലോചിക്കാറുണ്ട് ഒരു വീട് വെക്കണമെന്ന്. പക്ഷെ എന്ത് വീട്, എങ്ങനെ വീട്, ഫ്ലാറ്റ് ആണോ ഒന്നും മൈൻഡിലില്ല. മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ എല്ലാം ഞാൻ പറയാം, എവറിത്തിങ് ഇസ് ഇൻ ബ്രെയിൻ. നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ബ്രെയിൻ എങ്ങനെ പറഞ്ഞാൽ എല്ലാം അവിടെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത്ര മാത്രമാണ് ലൈഫിൽ. അപ്പോൾ വീട് വേണം എന്ന് പറയുന്നയാൾ എന്ത് വീടാന്നുള്ള ക്ലാരിറ്റി ഇല്ലാത്തവന് ഏത് വീടാ എടുക്കുക? ശരിയാണ്, ഒന്നും കിട്ടില്ല, എല്ലാം വീടല്ലേ. അപ്പോൾ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, മേക്ക് എ ക്ലിയർ പിക്ചർ, ഇമാജിൻ ഇറ്റ് എല്ലാം. അപ്പോൾ അത് സെറ്റാവും. then wherever you are going to see that what you want. പിന്നെ അടുത്ത ഓപ്ഷനാണ് വെറുതെ നിന്നിട്ട് കാര്യമില്ല. അവിടെ ആദ്യത്തെ നമ്മുടെ തോട്ട്സ് ആണ്, എന്താണ് നമുക്ക് ആവശ്യമുള്ളത്. സോ വിൽ സ്റ്റാർട്ട് തിങ്കിങ്, എനിക്ക് ഈ സോഫ വേണം, അത് വേണം, വീട്ടിനകത്ത് ഇത് വേണം, അത് വേണം, 1 2 3 4 ബെഡ്റൂം ഇത്ര വേണം,
എന്തൊക്കെ തോട്ട്സ് വന്നു. ഞങ്ങൾ നമ്മുടെ ഗോൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പ് തന്നെ ഉണ്ട്. ഈ വർക്ക്ഷോപ്പിൽ പഠിപ്പിക്കും. ആദ്യം 1 by എഴുതിക്കും ഓരോ കാര്യം, എന്തൊക്കെ വേണം വീട്ടിൽ, ഏതൊക്കെ കാര്യം ഒക്കെ ഡിസൈഡ് ചെയ്തു. ഇതൊക്കെ നമ്മൾ കൃത്യമായി ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കും. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ തോട്ട്സ് പ്രോസസ്സ് കറക്റ്റായി. ഇനി അവർ എഴുത്തിയിട്ട് ഞങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യിപ്പിക്കും. സാധനം എല്ലാം വെച്ചിട്ട് വീട് എങ്ങനെ ഇരിക്കും, അതിൻ്റെ പിക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ വീട് എങ്ങനെ ഇരിക്കും, ഒരു സിനിമ കാണുന്നത് പോലെ നമ്മൾ കാണും. അപ്പം വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് നമുക്ക് എന്താ ആവശ്യമുള്ളത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തു, അതിനെ ഒരു സിനിമ കാണുന്ന പോലെ നമുക്ക് കാണാൻ പറ്റണം. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ്റെ ന്യൂറോൺസാണ്, നമ്മളെല്ലാം ഓരോ ബൈറ്റ്സ് വെച്ച് ന്യൂറോൺസാണ്. ഈ ന്യൂറോൺസുകളെല്ലാം മിക്സപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യണം. അതാണ് അതിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നത്, സയൻറ്റിഫിക് വശം അതാണ്. ആ ക്രിയേറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ റെക്ടിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റവും നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഇതിന് ബാലൻസ് ആവും. നമ്മളതിനടുത്ത് നമ്മൾ ട്രിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പിന്നെ കാണുന്നതൊക്കെ അതുമായിട്ടുള്ള സാധ്യതകളാണ്, അതിലേക്ക് എത്താനുള്ള സാധ്യതകൾ. വിഷ്വലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആക്ഷൻ വരുമല്ലോ, ആക്ഷൻ പാർട്ടിലേക്ക് വരും. റിസീവ് എന്ന് പറയുന്ന ആക്ഷനാണ്. ഈ ആക്ഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മളുടെ സാധ്യതകളെല്ലാം തെളിഞ്ഞു വരും. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തൊരു കാര്യമുണ്ട്. എനിക്ക് ടൗണിൽ ഒരു വീട് വെക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സിറ്റിയിൽ ഞങ്ങളങ്ങനെ ഇരുന്ന് പ്ലാൻ ചെയ്തു. ഞങ്ങളൊരു വീടിൻ്റെ ഡിസൈനൊക്കെ ഏകദേശം ഉണ്ടാക്കി വെച്ചു. ഞാൻ ടൗണിലല്ല, ഞങ്ങളൊരു ഗ്രാമപ്രദേശത്തിലാണ്. ടൗണിൽ വീട് വെക്കുക എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് നമുക്കങ്ങനെ അറിയില്ല, അവിടുത്തെ ബുദ്ധിമുട്ട് അറിയില്ല. അപ്പോൾ ഇങ്ങനെ വിഷയം എന്തായാലും ടൗണിൽ. അപ്പോൾ ഞങ്ങൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, റോഡ് സൈഡിലേക്ക് നിൽക്കരുത്, പക്ഷെ ഹൈറ്റിലായിരിക്കണം വീട്. ഇത് എപ്പോഴും വന്നൊരു കാര്യമാണ്. ഇതിങ്ങനെ വിഷ്വലൈസ് ചെയ്തു പോയി. പിന്നെ നമ്മൾ സാധ്യതകൾ കാണുന്നത്, ഞാൻ ആകെ 2 ലാൻഡുകൾ മാത്രമേ അതിനു വേണ്ടി നോക്കിയുള്ളൂ. എന്നോട് 2 പേര് പറഞ്ഞു ഇങ്ങനൊരു ലാൻഡ് ഉണ്ട് എടുത്തോളാം പറഞ്ഞു. ഞാൻ ആദ്യം പോയി നോക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ വിഷ്വലൈസ് ചെയ്തത്, ഒരു കുന്ന്, അതിന് മുകളിലൊരു വീട്, റെഡിമെയ്ഡ് വീടാണ്. ഇതേ സാധനം റോഡിൽ നിന്ന് 2 താഴെ ലൈനിലൊരു വീടുണ്ട്, നമ്മുടെ ബാക്കിലെ വീടാണ്. കറക്റ്റ്, ഒരു വ്യത്യാസമില്ല. വീട് മാത്രം നമ്മൾ വിഷ്വലൈസ് ചെയ്ത വീടല്ല, കുറച്ച് വ്യത്യാസമാണ്. ഞങ്ങൾ വേണ്ട എന്ന് വെച്ചു, കാരണം അത് മാച്ചായില്ല. രണ്ടാമത് കാണിച്ചത് ഒരു ലാൻഡ് മാത്രമാണ്, സ്ഥലം, വീടില്ല. വീട് നമുക്ക് വേണ്ടിട്ട് അത് നമുക്ക് ഓക്കെ ആയി, അവിടെ സെറ്റ് ചെയ്തു. ഇപ്പം എൻ്റെ വീടിരിക്കുന്ന അവിടെയാണ്. ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറെ കണ്ടിട്ട് പറഞ്ഞു എനിക്കൊരു വീട് വെക്കണം, ഇങ്ങനെയാണ് എൻ്റെ ആഗ്രഹം. വീട്ടിൽ ഐഡിയ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല, വീട് വെക്കണം, എന്നിട്ട് ഇത്രയുണ്ട് സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ സാറേ നമുക്ക് നോക്കാം, ഞാൻ കുറച്ച് ഡിസൈൻസ് സാറിന് അയച്ചുതരാം. അവൻ 2 ഡിസൈൻ അയച്ചു തന്നു. 2 ഞങ്ങൾ വിചാരിച്ച പോലത്തെ, ഒരു വ്യത്യാസമില്ല. ഞങ്ങൾ എങ്ങനെയാണോ ഒരു വീടിനെ പറ്റി പ്ലാൻ ചെയ്തത് അതിലൊരു വ്യത്യാസമില്ല. അതേ സാധനം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് രണ്ടാമത്തെ പിക്ചർ എടുത്ത് കുറച്ചും കൂടി കൺവീനിയൻറ്റ് നോക്കി. ഇന്ന് അതേപോലെയാണ് സംഭവമാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട് അതുപോലെ. അങ്ങനെ ഓരോന്ന് ലൈഫിൽ ഇതുപോലെ ഉണ്ട്. ഇപ്പം ഞാനിരിക്കുന്ന ഈ പുസ്തകങ്ങളിൽ ഓരോ പുസ്തകങ്ങളും എൻ്റെ ആദ്യത്തെ ഒരാഗ്രഹം പറയാം, സിമ്പിളാണ്. ഞാൻ ആദ്യത്തെ പുസ്തകം ഇറക്കുമ്പോൾ എൻ്റെ ഫേസ് തന്നെ എൻ്റെ പുസ്തകത്തിൽ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആഗ്രഹം എന്നല്ല, എൻ്റെ വിഷ്വലൈസേഷൻ അങ്ങനെയാണ് ഞാൻ കണ്ടത്. പക്ഷേ ഫസ്റ്റ് ടൈം ഒരാളുടെ പുസ്തകം ഇറക്കുമ്പോൾ അയാൾ എൻ്റെ ഫേസ് വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കപ്പാസിറ്റി വേണം. ഹീസ് നോട്ട് ഫേമസ് അല്ലേ? അപ്പോൾ ഒരാൾ പുസ്തകം ഫേസ് നോക്കിയിട്ട് വാങ്ങിക്കാൻ പറ്റുമോ? പക്ഷേ ഞാൻ ആദ്യത്തെ പുസ്തകം എൻ്റെ ഫേസ് ഇല്ലാതെ പുറത്തിറക്കി. സെക്കൻഡ് പുസ്തകം ഒരു 3 മാസം കഴിക്കുമ്പോൾ എൻ്റെ പബ്ലിഷർ എന്നോട് പറയാണ്, നിന്റെ പുസ്തകത്തിൽ നിന്റെ ഫേസ് വെച്ചിട്ട് മാത്രമേ ഞാൻ പുറത്തിറക്കുള്ളൂ. അത്രയും ഇപ്പം എല്ലാ പുസ്തകത്തിനും എൻ്റെ ഫേസ് തന്നെയാണ്, എൻ്റെ ഫേസ് വെച്ചിട്ടല്ലേ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായി പോകുന്നുണ്ട് സത്യം. പക്ഷെ ഇതെല്ലാം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കണ്ടതാണ്. മനസ്സിലായി. ഇന്ന് ഞാൻ ഡോക്ടറേറ്റ് ഡിഗ്രി എൻ്റെ പേരിൻ്റെ മുമ്പിൽ മിസ്റ്റർ ദിനേഷ് എന്നുള്ള ഡോക്ടർ ദിനേഷ് ഞാൻ മൈൻഡിൽ വെച്ചതാണ്. അപ്പം അത് സംഭവിച്ചിരിക്കുന്നു ഒരു വർഷത്തെ 1-2 വർഷത്തെ യാത്രയിൽ. ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എങ്ങനെയാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മൈൻഡിനെ സെറ്റ് ചെയ്ത്, മൈൻഡ് അതിൻ്റെ സാധ്യതകൾ തേടിക്കൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് 5 ചാനലുണ്ട്. അതിനകത്ത് ഒന്നാണ് ആത്മീയ ശാന്തിപദം എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ്. അപ്പോൾ എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്, ഈ അമ്മമാരൊക്കെ എപ്പോഴും ഇരുന്ന് നാമം ചെല്ലണം, വീട്ടിൽ സ്വസ്ഥ പാട്ട് വിളക്ക് കത്തിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ആ യാത്ര തുടങ്ങിയത് ഞാൻ അവിടുത്തെ സനാതന ധർമ്മം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് നിന്നാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ സമയത്ത് ഒരിക്കലും നടക്കുക, എനിക്ക് 5 o'clock തന്നെ ഒരു ഡ്യൂട്ടി ടൈമാണ്. ഇവിടുത്തെ 6:30 ആണ് US. ഒരിക്കലും എന്നെ കൊണ്ടത് പോസിബിൾ ആയ കാര്യമില്ല. പക്ഷെ ഞാൻ ഈ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചതേ ഉള്ളൂ. എൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞു, സാറേ ഞങ്ങൾ ഇങ്ങനൊരു കമ്മ്യൂണിറ്റി രൂപീകരിക്കുകയാണ്, സാറ് ബ്ലെസ് ചെയ്യണം. ഇപ്പോൾ ഒരു 60-70 ആൾക്കാർ ഡെയിലി വൈകുന്നേരം 6:30 മണിക്ക് നാമം ചൊല്ലും. എല്ലാം മതം ജാതി വിഷയമൊന്നുമില്ല. അത് കത്തിക്കുന്നവർക്കൊക്കെ വിളക്ക് നിലവിളക്ക് മറ്റേ മെഴുകുതിരി കത്തിക്കാം, പ്രാർത്ഥിക്കാം, ഒന്നും ആവും. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് നടന്നു പോകുന്നുണ്ട്.
ശരി. എൻ്റെ ആഗ്രഹമാണ്. പറഞ്ഞു വന്നത് വിഷ്വലൈസേഷൻ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുക എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ആക്ഷൻ നിങ്ങൾക്ക് അലൈൻമെൻ്റ് ആയി വരും, ചെയ്യുക. ആക്ഷൻ ചെയ്യാതെ വർക്ക് ചെയ്യുന്ന ഒരാൾ വിശ്വസിക്കരുത്. അങ്ങനെ ഒരു സംഭവം ലോകത്തിൽ. ഇപ്പോൾ ഞങ്ങൾ മെഡിറ്റേഷൻ എല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് മെഡിറ്റേഷൻ മിറാക്കിളുകൾ സംഭവിച്ച മെഡിറ്റേഷന്. മിറാക്കിളുകൾ എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നുമില്ല എന്ന് സൃഷ്ടിക്കുകയല്ല. ഒരു ലോട്ടറി എടുക്കാത്തവരാണ് ലോട്ടറി അടിക്കത്തില്ല, എടുക്കണം. അതെ അല്ലേ? അതെ, അവിടെയാണ് ആക്ഷൻ ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് ലൈവ് ക്ലാസ്സുകളാണ് കൊടുക്കുന്നതെന്ന് സാർ പറഞ്ഞു. അപ്പോൾ ലോകത്തിന്റെ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? എവിടെ നിന്നൊക്കെയുള്ള സ്റ്റുഡൻസ് ആണ് നിലവിലുള്ളത്? എനിക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് മാത്രം നിലവിൽ മലയാളത്തിന് സ്റ്റുഡൻസ് ഇല്ല, ഹിന്ദിയിലുണ്ട്. അത് ശരി. ബാക്കി എൻ്റെ ലൈവ് ക്ലാസ് മലയാളീസ് ഇംഗ്ലീഷിലും വേൾഡിൽ എല്ലായിടത്തും ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏറ്റവും കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്ത്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ UAE ഏറ്റവും കൂടുതൽ മലയാളീസ്. ജർമ്മനി, ഇറ്റലി, പിന്നെ കാനഡ, USA, സൗദി അറേബ്യ, പിന്നെ മിഡിൽ ഈസ്റ്റ് എല്ലാം കോമൺ ആയിട്ട് എല്ലാവരും ഇതുണ്ട്. പിന്നെ അർജന്റീന, അവിടെയൊക്കെ മലയാളീസ് ഉണ്ട്. അവരെല്ലാം പങ്കെടുക്കും. പിന്നെ നെതർലാൻഡ്. ചുരുക്കം പറഞ്ഞാൽ ലോകം മുഴുവൻ സ്റ്റുഡൻസ് ഉണ്ട്. ഈ ലോകം മുഴുവനുള്ള ആളുകളെ ട്രാൻസ്ഫോം ചെയ്യുന്ന ആൾക്ക് സ്വന്തമായിട്ട് ജീവിതത്തിൽ എപ്പോഴാണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്? എനിക്ക് ഡെയിലി ട്രാൻസ്ഫോർമേഷനേ ഉള്ളൂ ലൈഫിൽ. ഓരോ എന്നാലും നമുക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവില്ലേ എൻ്റെ ലൈഫിൽ? ഓക്കെ, അത് ഫസ്റ്റ് പറയാം. ഞാനിത് എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്നുള്ളൊരു. ഞാനൊരു സാധാ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഞാൻ 5ാമത്തെ മകനാണ്. അപ്പം എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കേട്ട് വളർന്നത് അമ്മയുടെ വഴക്ക് കേട്ടോണ്ടാണ് ഓരോ ദിവസവും എഴുന്നേക്കുക. വഴക്കെന്ന് വെച്ചാൽ ആരെയാണെന്നൊന്നുമില്ല, അമ്മ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കേട്ട് വളർന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ലൈഫ് എന്നുള്ളൊരു വ്യഗ്രതയായിരുന്നു. അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പോലെ നമ്മൾ ഷോർട്ടായി പറയാം, കൂടുതൽ സമയം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഏൺ ചെയ്തിട്ട് സ്കൂൾ ഫീസൊക്കെ കൊടുക്കുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെയാണ് പഠിച്ചു വളർന്നതൊക്കെ. പിന്നെ കുറച്ച് ഏട്ടന്മാരെ സഹായിച്ചു, അങ്ങനെയൊക്കെയാണ് പഠിച്ചു. ഗൾഫിൽ പോയ സമയത്ത് നല്ല ജോലി ചെയ്തു, ഒക്കെ ആയിട്ട് ലൈഫ് ഒരുപാട് സ്ട്രഗിൾസിലൂടെ ഒരുപാട് പറ്റിക്കപ്പെട്ടു. അങ്ങനെ ഒരു വലിയ സുപ്രഭാതത്തിൽ ബിസിനസ്സൊക്കെ വല്ലാണ്ട് ഇതായി, ട്രാജഡിയായി. ഉണ്ടാക്കിയ പൈസ മുഴുവൻ തീർന്നു, 0യിലേക്ക് പോയി. അവിടെ നിന്നാണ് ഞാൻ എന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ പോകുന്ന വഴി ഇതല്ല, വേണ്ട, മാറണം. പിന്നെ സ്പിരിച്വാലിറ്റിയിലൂടെയാണ് ഞാൻ യാത്ര തുടങ്ങിയത്. സ്പിരിച്വാലിറ്റി യാത്ര തുടങ്ങി, അത് ഒരുപാട് ആൾക്കാർ അക്സെപ്റ്റൻസ്. അപ്പോൾ ഞാൻ മൈൻഡിലേക്ക് പോയി. സ്പിരിച്വാലിറ്റി ആക്ച്വലി ഭാരതീയ സനാതന ധർമ്മം എന്ന് വെച്ചാൽ ഫുള്ളി ഫോക്കസ്ഡ് ഓൺ മൈൻഡാണ്. പിന്നെ എല്ലാം ഞാൻ എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു, അതിനുവേണ്ടി വിഷ്വലൈസ് ചെയ്തു, ഞാൻ അതിന് ആക്ഷൻ എടുത്തു. നൗ ഐ എം ബിക്കം. ഷോർട്ടായിട്ട് പറഞ്ഞു തന്നോ, കാരണം ഇതിനകത്ത് കുറേ പെയിനുകളുണ്ട്. മനസ്സിലായി. പറഞ്ഞപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് ചതികളിലൂടെയും വഞ്ചനകളിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും എനിക്ക് ആരോടും ദേഷ്യമില്ല, എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടെന്ന്. ഇതെങ്ങനെയാണ് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നത്? എങ്ങനെയാണ്? സ്നേഹം. അത് എല്ലാവരോടും സ്നേഹമാണ്. ക്ഷമിക്കുന്നപ്പോൾ എല്ലാവരോടും സ്നേഹമാണ്. നമ്മൾ ഒരാളോട് നീരസം നമ്മൾ സൂക്ഷിച്ചാൽ ആക്ച്വലി അപ്പോൾ എവിടെയാണ് എഫക്റ്റ് ആവുന്നത്? എൻ്റെ ബോഡിയിലല്ലേ? അത് ശരിയാണ് അല്ലേ? അപ്പോൾ ടോക്സിക് എന്ന് പറയുന്നത് എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ ഹാംഫുള്ളായ സാധനമല്ലേ? അപ്പോൾ ഞാൻ ഒരാളെ ദേഷ്യപ്പെടുക, ഒരാളോട് ഇഷ്ടമില്ലാതിരിക്കുക, ഇതെല്ലാം നീറുന്നത് എൻ്റെ അകത്താണ്. ശരിയാണ്. അപ്പം ഞാൻ ആരോടാ ചെയ്യുന്നത്? എന്നോട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആരെയാണ് സ്നേഹിക്കുന്നത്? എന്നെ തന്നെ സ്നേഹിക്കണം. എൻ്റെ പുസ്തകത്തിൽ ആദ്യത്തെ വാക്ക് തുടക്കം അതാണ്. ആരെയാണ്? മഹാകവിജിയുടെ ഏറ്റവും വലിയ ഒരു പദമാണ്, അംബികാസുധൻ മാങ്ങാട് എഴുതിയ വരിയാണ്. ആരെയാണ് ഏറെ ഇഷ്ടം? ഉത്തരം നമ്മളെ തന്നെ ആകണം. എന്നെ തന്നെ. അത് കഴിഞ്ഞാലോ എന്നൊരു ചോദ്യമുണ്ട്. അത് കഴിയുന്നില്ലല്ലോ. സോ ലൈഫ് അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരേപോലെ സ്നേഹിക്കുമ്പോൾ ഞാൻ ഫുൾഫില്ലായി. അപ്പോൾ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാമല്ലോ. തീർച്ചയായിട്ടും. ഞാൻ അവനോട് നീരസം പ്രകടിപ്പിച്ചാൽ അത് എന്നെ തന്നെയല്ലേ എഫക്ട് ചെയ്യുന്നു. സോ ആ കോൺസെപ്റ്റ് ഞാൻ എപ്പോഴും മനസ്സിലാക്കി. അപ്പോഴെനിക്ക് എല്ലാവരും സ്നേഹമാണ്. എന്തിനാണെന്നറിയോ? അവരോടുള്ള സ്നേഹമല്ല, എന്നോടുള്ള സ്നേഹമാണ് ഞാൻ ഈ കാണിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം വളരെ സിമ്പിളാണ്. നമ്മൾ അങ്ങനെ സിമ്പിൾ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലേ? യെസ്, അല്ലേ? അങ്ങനെ വളരെ സിമ്പിളാണ് ലൈഫ്. ലൈഫിലെ കോംപ്ലിക്കേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതേ ഉള്ളൂ. ലൈഫിൽ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പണിയെടുക്കാതെ കാശ് വേണം തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ? അപ്പം അതിനകത്ത് അർത്ഥമില്ല. കർമ്മം അല്ലേ? കർമ്മം ചെയ്യാത്തവന് ഒന്നും കിട്ടില്ല.
ധർമ്മം ചെയ്യാത്തവന് ധർമ്മവുമില്ല. സത്യമാണ്. അപ്പോൾ ബേസിക്കലി ജീവിതം വളരെ സിമ്പിളാണ്, നമ്മളായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷനിൽ കിടന്ന് നിങ്ങൾ ഉഴലുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് വരണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായും ദിനേശ് മുങ്ങത്ത് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളെ സഹായിക്കും, ഇങ്ങനെ ഒരു ലൈഫ് കോച്ച് നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് കിട്ടും, അല്ലേ സർ? തീർച്ചയായിട്ടും നമുക്ക് ഏത് വിഷയങ്ങൾക്കും നമ്മളെ ബന്ധപ്പെടാം. നമ്മുടെ നമ്പറുകൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കിട്ടും. വി ആർ ഫ്രീ ടു ഹെൽപ്പ് എനിബഡി. നിങ്ങൾക്ക് വേണ്ടത് മാറ്റം ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ മാറ്റം വേണമെങ്കിൽ പുസ്തകങ്ങളുണ്ട്, അവൈലബിൾ ആണ്, കാര്യം അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷെ വി ആർ ദേർ ടു സപ്പോർട്ട് യു എനിവേ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പേരുടെ ജീവിതം ഇനിയും ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാറിന് സാധിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.